ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ല എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖന്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യ് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പം ഇന്ന് രാവിലത്തെ ചായയൊക്കെ കുടിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തത്. ചായയും കടി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇന്ന് നീച്ചാൻ്റെ കുറച്ച് നേരം വൈകിട്ടോ. അപ്പം കുറച്ച് അവിലുണ്ടായിന്, പെട്ടെന്ന് ആവാനും വേണ്ടിയിട്ട് ഞാൻ അവിൽ കുഴച്ചൊക്കെയാണ്. അവിൽ അങ്ങനെ കുട്ടികളങ്ങനെ കഴിക്കൂല. അപ്പം അവിൽ ചക്കരയും തേങ്ങയൊക്കെ ഇട്ടുകാണ്ട് കുഴച്ച് കൊടുത്താലും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, ഓല കഴിക്കും. അങ്ങനെ അത് കുടിച്ച് പിന്നെ നമ്മൾ സോബിമോളെ മദ്രസിലൊക്കെ പറഞ്ഞയച്ച് ഇപ്പം ചോറൊക്കെ തീമട്ടിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് പച്ചക്കായാണ്. അപ്പം ഞാൻ കയ്യുമ്മൽ അന്ന് തന്നെ വെളിച്ചെണ്ണ തേച്ച് കൊടുത്താണ് കേട്ടോ, കയ്യിൽ കറ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കയ്യുമ്മൽ ആകെ കറയിക്കാരം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്താലേ കറ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ തേച്ചത്. എന്നിട്ട് ഇതാ പച്ചക്കായൻ്റെ ആ 4 സൈഡിൻ്റെ ഇതുണ്ടാവില്ലേ, അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ തൊലി കളഞ്ഞിട്ട്, മറ്റൊന്നും കളഞ്ഞിട്ടില്ല. കായൻ്റെ തൊലിമ്പലൊക്കെയാണ് വിറ്റാമിൻ എന്നൊക്കെ പറയണേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തൊലി അടക്കം തന്നെയാണ് ചെത്തിയെടുക്കുന്നത്. പിന്നെ അത് നമ്മൾ 2-3 ദിവസത്തെ ശേഷമാണ് കേട്ടോ പിന്നെയും വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ എന്നൊന്നും അങ്ങനെ വീഡിയോ ഇടാൻ പറ്റണില്ല കേട്ടോ, ഓരോരോ സാഹചര്യം കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല. അപ്പോൾ 2-3 ദിവസത്തിന് ശേഷം ആകുമ്പോഴൊക്കെയാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതാ പച്ചക്കായ അങ്ങനെ കട്ടിൻ ബോർഡ് വെച്ച് അരിഞ്ഞിട്ട് പച്ചവെള്ളത്തേക്കാണ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. കുറച്ച് സമയം പച്ചവെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെക്കും, കറ പോവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പെട്ടെന്ന് കറ പോകാൻ വേണ്ടി നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ഒഴിക്കും കേട്ടോ. അതിനിപ്പോൾ കഞ്ഞിവെള്ളം ആകാനൊന്നും നമുക്ക് നിൽക്കാൻ ടൈമില്ല. ചോറ് ആകുമ്പോഴൊക്കെ നമുക്ക് ഉപ്പേരി ആക്കണ്ടേ, മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതാ വെള്ളത്തിലൊക്കെ ഇട്ടിച്ചിന് ഫുള്ള് കഷ്ണങ്ങളൊക്കെ നുറുക്കി അതാ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ചോറ് അവിടെ വേവണുണ്ട്. പിന്നെ അതാ അവിൽ കുഴച്ചു എന്ന് പറഞ്ഞില്ലേ, അതാട്ടോ അവിൽ കുഴച്ച്. അപ്പോൾ അതൊക്കെ എല്ലാവരും തിന്നതിന് ബാക്കിയുള്ളതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം. അങ്ങനെ പിന്നെ ഒന്ന് ഉപ്പേരി, വയക്ക ഉപ്പേരിയും അതേമാതിരി മുട്ട പൊരിച്ചതും കൊടുത്തു വിടാമെന്നാണ് കരുതിയത്. അപ്പോൾ അങ്ങനെ മുട്ട പൊരിക്കാണ് കേട്ടോ. പച്ചക്കായയുടെ കുറച്ച് സമയം വെള്ളത്തിൽ നിൽക്കട്ടെ, ചോറ് വേകണ സമയം വരെ വെള്ളത്തിൽ നിൽക്കട്ടെ, എന്നാൽ പിന്നെ കറ അങ്ങനെ പോകും. ചോറും തന്നെ പെട്ടെന്ന് വേകണ അരിയാണ് കേട്ടോ, നമുക്ക് തിളച്ചാൽ വേകണ അരിയാണ്. അപ്പോൾ പിന്നെ ആ ചോറ് ആ അടുപ്പത്ത് തന്നെ ഉപ്പേരിയും അവിടെ വെക്കാം. മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെച്ചു. അങ്ങനെ നമ്മളെ ഉപ്പേരി 2-4 പ്രാവശ്യം അങ്ങോട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മൺചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3-4 പച്ചമുളക് ചീന്തിയിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ വിറകടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്. നമ്മൾ ചോറ് അടുപ്പത്ത് നല്ല തീയുണ്ട് കേട്ടോ, പിന്നെ വെറുതെ ഗ്യാസ് കളയണ്ടല്ലോ. അപ്പം അവിടെ തന്നെ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അടുപ്പത്തായതുകൊണ്ടാണ് മൺചട്ടിയിൽ വെച്ചത് കേട്ടോ. കണ്ടില്ലേ, നല്ല തീയും കണലും ഉണ്ട്. പിന്നെ വെറുതെ എന്തിനാ അത് കളയണത്, ഗ്യാസും ലാഭമല്ലേ നമുക്ക്. അങ്ങനെ അതവിടെ വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ചോറും അവിടെ ഫുള്ളായിട്ട് ഊറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോഴൊക്കെ നമ്മുടെ ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അങ്ങനെ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ നമ്മളിത് വറവിട്ടെടുക്കണത്. ചെറിയ ഉള്ളിയിലാണ് വറവിടുന്നത്. നല്ല കണലുണ്ട് കേട്ടോ, ആ കണലുമ്പോൾ തന്നെ ഉള്ളി മൂപ്പാകും. അപ്പോൾ പിന്നെ ഞാൻ അതുമ്പോൾ തന്നെ ആക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പേരിയും കൂടി റെഡി ആയാൽ പിന്നെ മക്കൾ സ്കൂളിലുള്ളതൊക്കെ റെഡി ആയി കേട്ടോ. അവർ റെഡി ആയിക്കാണ്ട് അവർ പോയാൽ തന്നെ നമ്മളെ പകുതി പണി തീർന്നു അല്ലേ.
പിന്നെ നമുക്കുള്ള ആക്കും പോലെ എടുത്താൽ മതി. ഇതൊരു 9 മണി 9:30 ആകുമ്പോഴേക്കിനും ഇങ്ങോട്ട് എല്ലാം റെഡി ആവണ്ടേ അവർക്ക് പോകാൻ. അപ്പം നല്ലൊരു തിരക്ക് തന്നെയാണ്. അത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഫ്രീ ആകും ചെയ്യും. അപ്പോൾ അതാ ഒരു സ്കൂൾക്കുള്ളതൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ മീനുണ്ട്, മീൻ വാങ്ങി വെച്ചിട്ട് ക്ലീൻ ആക്കണം. അതേമാതിരി കറിയൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഒരു സ്കൂൾക്ക് പോയതിന് ശേഷമാണ് ഞാൻ എടുക്കുക. അങ്ങനെ എന്താ ചോറൊക്കെ പാത്രത്തിലാക്കി, എന്താ ഉപ്പേരിയും മുട്ടയൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ റിജുട്ടന് സ്കൂൾക്ക് പോകാനായിട്ടില്ല കേട്ടോ. അവൻ്റെ ശരിക്കും ഉണങ്ങിയിട്ടില്ല. സുന്നത്തല്യാണം കഴിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ രണ്ടാൾക്കുള്ളതാക്കിയാൽ മതി. അങ്ങനെ അതാ ചോറൊക്കെ പാത്രത്തിലാക്കി അവൾ മദ്രസ വിട്ട് വന്ന് ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ അതാ സ്കൂൾക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓളെ പറഞ്ഞയച്ച് ഇപ്പോൾ അതാ മീനൊക്കെ നന്നാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അടുപ്പത്ത് തന്നെ നല്ല തീ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ മീൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് വെച്ചിട്ട് അടുപ്പത്ത് വെക്കണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലോണം തേച്ച് മുറിയാൽ ക്ലീൻ ആകണുണ്ട്. വെറുതെ തീ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാട്ടോ ഞാൻ അങ്ങനെ അടുപ്പത്ത് തന്നെ വെച്ചത്. അല്ലെങ്കിൽ ഞാൻ മീനൊക്കെ ഗ്യാസുമ്മലാണ് വറുത്തെടുക്കൽ. അപ്പോൾ അതാ നമ്മളെ മീനും അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ മീൻ പൊരിക്കാട്ട് കാണ്ട് മുരിങ്ങ ഊരാൻ വേണ്ടി പോയതേനും. അപ്പോൾ മുരിങ്ങ ഉരൽ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ മീനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കുന്നത് പരിപ്പും മുരിങ്ങയും ഇട്ട് കണ്ടുള്ള കറിയാണ്. അങ്ങനെ അതാ പരിപ്പൊക്കെ കഴുകി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് കുക്കറെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പരിപ്പ് വെന്തതിന് ശേഷം നമ്മൾ മുരിങ്ങ ഇടുമ്പോഴാണ് പച്ചമുളക് അതേപോലെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കുക്കറിലൊക്കെ ആക്കി ഗ്യാസിൽ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പരിപ്പ് വെന്തിട്ടോ. അപ്പം ഇനി നമുക്ക് പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒറ്റ വിസിലടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഊരി വെച്ച് മാറ്റി വെച്ച് നമ്മൾ മുരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മുരിങ്ങ കൈകാലുണ്ട് കേട്ടോ. അങ്ങനെ മുരിങ്ങ അതേമാതിരി ചീര എല്ലാ ഇലകളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഒക്കെ ഞാൻ കഴുകിയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. ഇല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് കഴിക്കുമ്പോൾ. അങ്ങനെ മുരിങ്ങ ഇട്ട് 1-2 തിളച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നത്. ആദ്യം തന്നെ നാളികേരം അരച്ച് തിളച്ച് പിന്നെ നമ്മൾ മുരിങ്ങ ഇട്ട് തിളക്കുമ്പോഴേക്കിന് തേങ്ങ അങ്ങോട്ട് പിരിയും. അപ്പോൾ കറിക്ക് ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് ഞാൻ മുരിങ്ങ ഇട്ട് കൊടുത്തിട്ട് മുരിങ്ങ ഒന്ന് തിളച്ചതിന് ശേഷമാണ് കേട്ടോ നാളികേരം അരച്ചത് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ല കറക്റ്റിൽ കിട്ടും കേട്ടോ. എന്നിട്ട് മുരിങ്ങ ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 പച്ചമുളകും കൂടെ ചീന്തിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പച്ചമുളകൊക്കെ ചീന്തിട്ടതിന് ശേഷം തിളച്ച് അതിന് നാളികേരം അരച്ചത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരം അരച്ചപ്പോൾ വെളുത്തുള്ളിയും നല്ല ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ കറി അവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കുളി നിസ്കാരം ചോറ് വയ്യൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. അതിന് ശേഷം പൂളയാണ് ഇന്ന് കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴേക്ക് നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒക്കെ നുറുക്കി കഴുകി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മക്കൾ സ്കൂളിട്ട് വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കടി വേണം. അപ്പോൾ ഇവിടെ കുറച്ച് പൂള ഉണ്ടായിരുന്നു, ഞാനത് തൊലിച്ച് നുറുക്കി വെച്ച് അങ്ങനെ അതാ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ പൂളക്കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൂളക്കൂട്ടാൻ കടുവും കറിവേപ്പിലിട്ട് വറവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.